ഹായ്, ഞാൻ ഡോക്ടർ രാകേഷ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ തലച്ചോറിലെ മ്യൂസിക്കിൻ്റെ എഫക്റ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റും പല പല കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ തലച്ചോറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മ്യൂസിക്കാണ്. മ്യൂസിക്കിൻ്റെ പല പല ക്വാളിറ്റീസും ഓരോ രീതിയിൽ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഓരോ ഭാഗത്തിനെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് അതിൻ്റെ റിതം എന്ന് പറയുന്നത് താളം. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഗാനമേളയ്ക്കൊക്കെ പോയി കുറച്ചേരം കേട്ടോണ്ട് നിൽക്കുമായിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ താളത്തിനനുസരിച്ച് ഡാൻസ് ചെയ്ത് തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഈ പൂരങ്ങൾക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർ ആ പൂരത്തിൻ്റെ താളത്തിനൊത്ത് മൂവിയോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ മ്യൂസിക്കിൻ്റെ റിതം നമ്മുടെ തലച്ചോറിൻ്റെ മോട്ടോർ ഏരിയ, അതായത് നമ്മുടെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂവ്മെൻറ്റ് ബാധിക്കുന്ന കണ്ടീഷൻസ്, അതായത് സെറിബ്രൽ പാൾസി അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ട് ഒരു സൈഡ് തളർന്നു പോയ ആൾക്കാർ, അതിൽ അല്ലെങ്കിൽ പാർക്കിൻസൺ അസുഖമുള്ളവർക്കൊക്കെ റിതമുള്ള മ്യൂസിക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു മോട്ടോർ ഭാഗത്തിൽ, അതല്ലെങ്കിൽ അവരുടെ ചലനശേഷി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കഴിവ് മ്യൂസിക്കിനുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ഭാഗത്തിന് നമ്മൾ ലിംബിക് സിസ്റ്റം എന്നാണ് പറയാം. അപ്പോൾ അതിൽ മ്യൂസിക്കിൻ്റെ ടൊണാലിറ്റി എന്ന് പറയും, അതിൻ്റെ പിച്ചും അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന നോട്ട്സിൻ്റെ രീതിയൊക്കെ നമ്മുടെ ഇമോഷൻസിനെ പോസിറ്റീവായിട്ട് ബാധിക്കാൻ കഴിയുന്ന ഒരു എലമെൻ്റാണ്. അതുകൊണ്ട് തന്നെ മൂഡ് സിംറ്റംസ്, പല സൈക്കാട്രിക് അസുഖങ്ങൾക്കൊക്കെ ഒരു പോസിറ്റീവ് ഇഫക്റ്റ് മ്യൂസിക്കിന് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സൗണ്ടിൻ്റെ മറ്റൊരു ക്വാളിറ്റിയാണ് അതിൻ്റെ ടിമ്പർ എന്ന് പറയും. അതിൻ്റെ സൗണ്ടിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ആ ടിമ്പർ ആണ് നമ്മുടെ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ, അതാണ് നമ്മൾ ചുമ്മാതിരിക്കുന്ന അവസ്ഥയും അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്ന് നമ്മളെക്കുറിച്ചോ നമ്മുടെ ഭാവി കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന സമയത്ത് ആ സമയത്ത് ആക്ടിവേറ്റ് ആകപ്പെടുന്ന ബ്രെയിൻ്റെ ഏരിയാസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സൗണ്ടിൻ്റെ ടിമ്പറിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സ്ട്രോക്കിൻ്റെ കാര്യവും പാർക്കിൻസൺ അസുഖത്തിൻ്റെയൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടികളിൽ കൂടുതലായിട്ട് കാണുന്ന ഓട്ടിസം, ADHD തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ മ്യൂസിക്കിന് പോസിറ്റീവായിട്ടൊരു എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പലപ്പോഴും ഒരു അത്ര ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു മ്യൂസിക് നമ്മുടെ ന്യൂറോളജിക്കൽ അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അസുഖങ്ങൾ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് മ്യൂസിക്കിന് നമുക്ക് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് തന്നെ നമ്മളധികം മ്യൂസിക്കിന് വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ഡെയിലി 5 മിനിറ്റോ 10 മിനിറ്റോ മ്യൂസിക്കിന് വേണ്ടി ചിലവഴിച്ചാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഓവറോൾ ഗ്രോത്തിന് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. താങ്ക് യു.